ഇവിടെ ഞാനും ഷിൻചാനും നേരെ സിമിയോന്റെ ഷോറൂമിലേക്ക് പോവാ. സിമിയോൻ രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയൊരു ടാസ്ക് തന്നു. ഞാൻ ആദ്യം കരുതിയത് വല്ല വണ്ടി അടിച്ചു മാറ്റാനാവുന്നു. പക്ഷേ അതൊന്നുമല്ല. സിമിയോന്റെ ഷോറൂമിൽ 3 സൂപ്പർ കാർ ഉണ്ട്. നമുക്ക് ആ 3 കാറ് പോയിട്ട് ഡെലിവർ ചെയ്യണം. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. പക്ഷേ ഏതാ കാറ് അതൊന്നും എനിക്കറിയില്ല ഏട്ടാ. ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് പറയണേ. ചിലപ്പോൾ വല്ല ലംബോർഗിനിയൊക്കെ ആവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് 3 കാറ് പോയിട്ട് ഡെലിവറി ചെയ്യാം. ഇവിടെ പിന്നെ ഷിൻചാനും കൂടിയും എൻ്റെ കൂടെ വരുന്നുണ്ട്. പിൻചാനും കൂടിയും വിളിക്കണമെന്ന് വിചാരിച്ചതാ. അവൻ പക്ഷേ ഭയങ്കര ഉറക്കത്തിലാ. വിളിച്ചിട്ട് അവൻ എണീക്കണില്ല. പിന്നെ വേണ്ടാന്ന് വെച്ചു, അവനവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഷിൻചാൻ പിന്നെ ഇരിക്കണ സ്ഥലം കണ്ടില്ലേ? എൻ്റെ വണ്ടിയുടെ സൈലൻസറിൻ്റെ മേലെയാ. അവനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ അതിൻ്റെ മേലെ ഇരിക്കില്ലെന്ന്. ഇപ്പം എൻ്റെ ചന്തി കത്തി കരിഞ്ഞ് കാണും. ഇവിടെ കരിഞ്ഞ മണം കൂടി വരുന്നുണ്ട്. അവന് പക്ഷെ അവിടെ ഇരിക്കാനാണ് ഇഷ്ടമെന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഫ്രാങ്ക്ലിനണ്ണ, നമ്മളെങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണെന്ന് നിനക്കറിയില്ലേ? നമ്മൾ നേരെ സിമിയോന്റെ ഷോറൂമിലേക്ക് പോണേ. അതിന് ഈ വഴി സിമിയോന്റെ ഷോറൂമിലേക്ക് അല്ലല്ലോ പോവാ, ഇത് ബീച്ചിലേക്കല്ലേ പോവാ? അതെ, ഈ വഴി ബീച്ചിലേക്ക് പോവാ. നമ്മൾ വണ്ടികൾ ഡെലിവറി ചെയ്യില്ലേ, അതൊരു ട്രക്കിൽ വേണ്ട ഡെലിവറി ചെയ്യാൻ. സിമിയോൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ട്രക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ട്രക്ക് ബീച്ചിൻ്റെ അവിടെ ഉള്ള. അപ്പോൾ നമുക്കത് പോയിട്ട് എടുക്കണം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ആ ട്രക്ക്. ഇവിടെ ഇപ്പോൾ ഞാൻ ഏതായാലും ബീച്ചിലേക്ക് എത്തിയേക്കാണ്. ഈ ഭാഗത്ത് എനിക്ക് ട്രക്കൊന്നും കാണാനില്ല. നമുക്ക് കുറച്ചുകൂടി കയറിയിട്ട് നോക്കി നോക്കാം. ഓക്കെ, അവിടെ ഒരു ട്രക്ക് ഇരിക്കുന്നുണ്ട്. ഇതാണ് ആ ട്രക്ക്. ഈ ട്രക്കിന് അത്യാവശ്യം വലിപ്പുണ്ടല്ലോ. ഇതിൽ സുഖമായിട്ട് 3 വണ്ടികളൊക്കെ കൊള്ളും. 3 അല്ല, 6 വണ്ടികൾ കൊള്ളും. പക്ഷെ നമുക്ക് 3 വണ്ടികൾ മാത്രമേ ഡെലിവറി ചെയ്യണ്ടോ. നമ്മുടെ ബൈക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ട്രക്ക് എടുത്തിട്ട് നേരെ സിമിയോന്റെ ഷോറൂമിലേക്ക് പോവാം. അല്ല ഫ്രാങ്ക്ലിനണ്ണ, നമ്മൾ ഏതൊക്കെ വണ്ടികളാ ഡെലിവറി ചെയ്യാൻ പോണേ? അതിപ്പോൾ എനിക്കെങ്ങനെ അറിയാനാ? അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അണ്ണ, ഈ ട്രക്കില് ബൂസ്റ്റർ ഉണ്ടാ? എനിക്കവിടെ സ്വിച്ച് കാണാണ്ട്. ഈ ട്രക്കിൽ ബൂസ്റ്ററാ? ഒന്ന് നോക്കി നോക്കട്ടെ. ആടാ ഷിൻചാനെ, ഈ വണ്ടിയിൽ ബൂസ്റ്റർ ഉണ്ട്. അല്ല, ഈ വണ്ടിക്കൊക്കെ എന്തിനാ ബൂസ്റ്റർ? നമ്മൾ ഈ ട്രക്കിൻ്റെ മേലെ വണ്ടികളൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ബൂസ്റ്റർ ഇട്ടിട്ട് കാര്യമില്ല. വണ്ടികളൊക്കെ എങ്ങോട്ടോ തെറിച്ച് പോവും. ചിലപ്പോ കയറ്റം കയറുമ്പോ ഇത് സഹായം വരും. ആ, അത് ശരിയാ. വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ബൂസ്റ്റർ വേണ്ടി വരും. എന്തെങ്കിലും ആട്ടെ, നമുക്ക് പെട്ടെന്ന് സിമിയോന്റെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ സിമിയോന്റെ ഷോറൂമിലേക്ക് എത്തേക്കാണ്. ഒരു മിനിറ്റ്, എനിക്ക് അവിടെ കുറച്ച് കാറുകൾ കാണാണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, അവിടെ ഒരു ഫോർമുല വേണ്ട കാറുണ്ടല്ലോ. ഇതൊക്കെയാണോ നമുക്കൊന്ന് ഡെലിവറി ചെയ്യണ്ടേ? ഒരു മിനിറ്റ്, നമുക്കൊന്ന് ഇറങ്ങി ചെന്ന് നോക്കി നോക്കാം. ഈ ട്രക്ക് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എടാ സിമിയോണെ, നിനക്ക് എവിടെ നിന്നാണ് ഈ ഫോർമുല 1 കാറ് കിട്ടിയേ? അത് ഏതൊരു റേസറിൻ്റെ വണ്ടിയാ. അത് ലോസ് ആൻഡോസിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ എന്തോ റേസൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. റേസാ? എന്നാ റേസ്? റേസ് എന്താന്ന് എനിക്കറിയില്ല. അത് ശരി. ഇവിടുത്തെ ഫോർമുല 1 കാറുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു മഞ്ഞ കളർ കോണിസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു മെക്ലാരൻ ഉണ്ട്. ഇത് ഏതാ? മെക്ലാരൻ F1 ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, അത് മെക്ലാരൻ F1 ആവും. എടാ സിമിയോണെ, ഈ വണ്ടികളൊക്കെ എവിടെ ഡെലിവറി ചെയ്യണ്ടേ? ആടാ, ഞാനിതിൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചുതരാം. നീ അവിടെ പോയിട്ട് ഈ വണ്ടികൾ ഡെലിവറി ചെയ്താൽ മതി. ആടാ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 1 കോടി തരാം. 1 കോടിയാ? എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 കോടിയെങ്കിലും വേണം, അല്ലാണ്ട് ശരിയാവില്ല. അതെന്താ ഫ്രാങ്ക്ലിനെ 10 കോടി? അല്ലാണ്ട് പിന്നെ ഞാനിവിടെ 100 കോടിയുടെ സൂപ്പർ കാർസാണ് ഡെലിവറി ചെയ്യണേ. എന്നിട്ട് എനിക്ക് 1 കോടി മാത്രമേ തരുള്ളൂ. എനിക്ക് 10 കോടി വേണം. ശരി, നിനക്ക് ഞാൻ 10 കോടി തരാം. ഈ വണ്ടികൾ സേഫായിട്ട് ഒന്ന് ഡെലിവറി ചെയ്താൽ മതി. ആടെ സിമിയോണേ, അതൊക്കെ ഞാൻ ഏറ്റു. ഓക്കെ, ഇവിടെ ഞാൻ ഈ 3 വണ്ടികൾ ട്രക്കിൻ്റെ മേലെ കയറ്റിയേക്കാണ്. ഇനി ഇതെല്ലാം പോയിട്ട് ഡെലിവറി ചെയ്യണം. സിമിയോൻ പിന്നെ ലൊക്കേഷനും കൂടി അയച്ചെന്നുണ്ട്. ലൊക്കേഷൻ ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് കാണിക്കണേ. എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണെങ്കിൽ ഒരു ഇടുങ്ങിയ വഴിയാണ്. ആ വഴി കൂടെ ട്രക്ക് ഓടിക്കാനായിട്ട് കുറച്ച് പാടാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. എടാ ഷിൻചാനെ, വേഗം വണ്ടിയിൽ കയറ്. നമുക്ക് ഇന്ന് തന്നെ ഈ 3 വണ്ടികൾ ഡെലിവറി ചെയ്യണം. ഓക്കെ, നമ്മളങ്ങനെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ നിറച്ച് കയറ്റങ്ങളാ. അതുകൊണ്ടാവും ഈ വണ്ടിയിൽ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ടാവുക, കയറ്റങ്ങളൊക്കെ സുഖമായിട്ട് കയറാനായിട്ട്. പക്ഷേ എപ്പോഴും ബൂസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ആ ബാക്കിലുള്ള വണ്ടികളൊക്കെ തെറിച്ച് പോവും. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിന് ബൂസ്റ്റർ ഇട്ടാൽ മതി. ഓക്കെ, നമ്മളങ്ങനെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എത്താറായിട്ടുണ്ട്.
ഇനി ഇവിടെ നിന്ന് അങ്ങ് നേരെ പോവാം. ചെറിയൊരു വഴിയാ. അല്ല, ഇയാൾക്ക് എന്താ പ്രശ്നം? സൈഡിൽ വഴി ഉണ്ടായിട്ടും എന്നെ ട്രക്കിന് മുമ്പിൽ വന്ന് ഇടിച്ചു. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണാവോ പ്രശ്നം? നമ്മളിപ്പോൾ ഏതായാലും ലൊക്കേഷനിലേക്ക് എത്താറായുണ്ട്. ഇവിടെ മേലെ കാണുന്നത് എൻ്റെ വീട്. ഏയ് ഇനിയിപ്പോൾ പിണിച്ചാൻ വല്ല വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാവോ? ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഈ ചേട്ടൻ മെക്ലാരൻ F1 ആണ് ബുക്ക് ചെയ്തത്. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി അങ്ങ് പുറത്തേക്ക് ഇറക്കാം. ഈ കാണുന്ന റെഡ് കളർ വണ്ടിയാണ്. ആ വണ്ടി ഞാൻ അങ്ങനെ ഡെലിവറി ചെയ്തേക്കാണ്. നമുക്കിനി പോയിട്ട് അടുത്ത വണ്ടി ഡെലിവറി ചെയ്യാം. ആ ചേട്ടൻ പിന്നെ സിമ്യോണ് ഓൾറെഡി ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പണി കഴിയുമ്പോൾ നമുക്ക് സിമ്യോൻ്റെ നിന്ന് ക്യാഷ് മേടിക്കണം. ചോദിച്ചാലേ സിമ്യോൺ തരുള്ളൂ, അല്ലെങ്കിൽ സിമ്യോൺ നമുക്ക് ക്യാഷ് തരില്ല. സിമ്യോൺ അങ്ങനത്തെ ഒരാളാ. എടാ ഷിൻചനെ, വേഗം വന്ന് വണ്ടി കയറ്. ഇവിടെ ഇപ്പോൾ അടുത്ത ലൊക്കേഷനും ഈ ഭാഗത്ത് എവിടെയോ ആണ്. ഇവിടെ പിന്നെ മുമ്പിൽ വലിയൊരു കയറ്റാണ്. നമുക്ക് കുറേശ്ശെ ബൂസ്റ്റർ ഇടാം. ബൂസ്റ്റർ ഇട്ടാൽ സീനാവില്ലെന്ന് വിചാരിക്കണു. ബൂസ്റ്റർ ഇടുമ്പോഴേ പതുക്കെ ഇട്ടാൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഞാൻ ദേ അടുത്ത ലൊക്കേഷനിലും എത്തിയേക്കാണ്. വണ്ടി നമുക്ക് കുറച്ച് സൈഡിലിടാം. അല്ല, ഇവിടെ എന്താ പ്രശ്നം? പോലീസൊക്കെ വന്നല്ലോ. ആ, അതെന്താണാവോ? അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. ഈ വണ്ടി നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അമ്മമാരൊന്ന് എൻ്റെ വണ്ടി കൊണ്ടായിട്ട് താങ്ങും. ഓക്കെ, വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. ഈ ചേട്ടൻ കോണിസഗാവും ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ചോദിച്ചു നോക്കാം. അതെ, ഈ ചേട്ടൻ കോണിസഗാണ് ബുക്ക് ചെയ്തത്. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കോണിസഗ് നമുക്ക് ട്രക്കിൽ നിന്ന് ഇറക്കാം. ഓ, ആദ്യം ഈ ഫോർമുലയുടെ വണ്ടി ഇറക്കേണ്ടി വരും, എന്നാലേ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ വണ്ടി കൂടി ഞാൻ ട്രക്കിൻ്റെ മേലെ നിന്ന് ഇറക്കിയേക്കാണ്. അത് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അതും കൂടി അങ്ങനെ കഴിഞ്ഞേക്കാണ്. ഇനി ലാസ്റ്റ് ഒരു വണ്ടി കൂടി മാത്രം ബാക്കിയുള്ളൂ. അത് ഈ ഫോർമുലയുടെ വണ്ടിയാണ്. നമുക്കിനി അതും കൂടി പോയിട്ട് ഡെലിവറി ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ ലൊക്കേഷൻ ഈ വീട്ടിലാണ് കാണിക്കുന്നത്. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി നേരെ അകത്തേക്ക് കയറ്റാം. ഒരാളിത് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, അയാളുടെ തന്നെയും വണ്ടി. ഹലോ ചേട്ടാ, ആ ഫോർമുല വണ്ടി കാറില്ലേ, അത് ചേട്ടൻ്റെ ആണോ? അതെ അതെ, അതെൻ്റെ വണ്ടിയാണ്. ചേട്ടനപ്പോൾ റേസറാണോ? അതെ അതെ, ഞാൻ ദുബൈയിലത്തെ ഒരു റേസറാണ്. ഇവിടെ ലോസ് ആൻഡോസിൽ ഒരു റേസ് ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പോൾ ആ റേസിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റുമോ? എനിക്കും റേസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, അതിനിപ്പോൾ എന്താ, റേസിൽ പങ്കെടുക്കാമല്ലോ. റേസ് എന്നാ നടക്കണേ അതൊന്നും എനിക്കറിയില്ല, ഞാൻ അന്നേരം പറയാം. ഓക്കെ ചേട്ടാ, ശരി. അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ വണ്ടി കൂടി ഞാൻ ഡെലിവറി ചെയ്തേക്കാം. ആ ചേട്ടൻ ഒരു റേസറായിരുന്നു. ഇവിടെ ലോസ് ആൻഡോസിൽ എന്തോ റേസൊക്കെ നടക്കുന്നുണ്ട്, അതിനായിട്ടാണ് ഇവിടേക്ക് വന്നത്. എനിക്കും കൂടി ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ആ, കുഴപ്പമില്ല, ഞാനും ഇഷ്ടം പോലെ റേസിലൊക്കെ കയറിയിട്ടുണ്ട്.